യൂദാസ് ചതിക്കുമെന്നറിഞ്ഞിട്ടും പത്രോസ് തള്ളിപ്പറയുമെന്നറിഞ്ഞിട്ടും യേശു യൂദാസിനെയും പത്രോസിനെയും അന്ത്യം വരെ സ്നേഹിച്ചു. കുരിശിൽ അവർക്ക് വേണ്ടി ബലിയായി തീർന്നു, നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. സൗരങ്ങളെ, നീ ഞാനും പലപ്പോഴും ദൈവത്തെ വേദനിപ്പിച്ചിട്ടും അകന്നു പോയിട്ടും ഇപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുക. കാരണം എന്താണെന്നറിയാമോ? ദൈവം സ്നേഹമാകുന്നു. നിന്റെ ഉള്ളിൽ വന്ന് നിന്നോടൊപ്പം വസിക്കണമെന്നുള്ള അവന്റെ ദൈവത്തിന്റെ ആഗ്രഹം, കൊതി കാരണമാണ് പെസഹ വ്യാഴാഴ്ച അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, ഹോളി കമ്മ്യൂണിയൻ നമുക്കായി തന്നത്. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിന്റെ ഭാഗമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആ സ്വപ്നമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പത്രോസിനെ പോലെ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനായി ജീവിക്കുവാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. ആ സ്നേഹം തിരിച്ചറിയാതെ പോയതാണ് യൂദാസിന്റെ പരാജയപ്പെടാനല്ല. എത്ര ചേറ്റുകുഴിയിൽ കിടക്കുന്ന അവസ്ഥയാണെങ്കിലും ആ സ്നേഹം നമ്മളെ മാടി വിളിക്കുന്നു. മകനെ, മകളെ, എന്റെ അരികിലേക്ക് വാ. ആരും നിന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്ത, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആ അപ്പന്റെ സ്നേഹം ഈ പെസഹ വ്യാഴാഴ്ച, ഈ വിശുദ്ധവാരം നിന്നെ വിളിക്കുകയാണ്. യൂദാസ് തള്ളിപ്പറയുമെന്നും യൂദാസ് വഞ്ചിക്കുമെന്ന് ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും പത്രോസ് തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ടും അവനെ സ്നേഹിക്കും. നിന്നെയും അവൻ ആഴത്തിൽ സ്നേഹിക്കുന്നു. ക്രൂശിൽ നിനക്കായി സകലതും പൂർത്തീകരിച്ചവൻ നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു. വിശുദ്ധവാരം ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടവരാകാം. God bless you and your family. Have a blessed Easter. Please pray for us also. God bless.